I'm very sorry. കൂടുതൽ പറയാൻ പറ്റില്ല. You can't disclose it. So, മാപ്പ്. ആദ്യമായിട്ടാണ് ഞാൻ ലുലുമോളിൽ വരുന്നത്. അപ്പോൾ ലുലുമോൾ കാണണമെന്ന് കുറേ നാളത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ സിനിമാ പ്രൊമോഷണൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് എറണാകുളത്തെ ലുലുമോളിലാണ്. പക്ഷേ ആദ്യമായിട്ട് ഇവിടെ വന്നെത്തി ലുലുമോൾ കാണാനും സാധിച്ചു. ഇവിടെ ഇങ്ങനെ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി പങ്കെടുക്കാനും സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ഓൾ. താങ്ക് യു ലുലുമോൾ ആൻഡ് താങ്ക് യു ക്ലബ് FM. ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിയാണ്, ഈ മേർഡർ മിസ്റ്ററീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് മേർഡർ മിസ്റ്ററീസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 10, 15, 20 വർഷത്തിൻ്റെ കണക്കെടുത്താൽ മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ ഈ ഒരു ജോണറിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമകളെയൊക്കെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയാണ്. കാരണം എല്ലാ സിനിമകൾക്കും ഒരു അളവ് വരെ ഒരു കോമൺ പാറ്റേൺ അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ സിനിമകളെയൊക്കെ വ്യത്യസ്തമാക്കുന്നത് സിനിമയുടെ മിസ്റ്ററി ചുരുളഴിയുമ്പോൾ ഉള്ള ഒരു ബാക്ക് സ്റ്റോറിയാണ്. ആ ബാക്ക് സ്റ്റോറി തീർച്ചയായിട്ടും ഈ സിനിമയുടെ ബാക്ക് സ്റ്റോറി ഇതിനു മുമ്പ് മലയാള സിനിമയിൽ അധികം പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരുപാട് മേഖലകളിലൂടെ കടന്നു പോകുന്ന ഒരു ബാക്ക് സ്റ്റോറി ഈ സിനിമയ്ക്കുണ്ട്. അത് വളരെ വ്യത്യസ്തമായിട്ട് കൈകാര്യം ചെയ്യാനും ഒരു പുതിയ വിഷ്വൽ പാറ്റേണിൽ അത് ട്രീറ്റ് ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും ഒക്കെ നമ്മുടെ സംവിധായകൻ ജിതിൻ അത് ചെയ്തിട്ടുണ്ട്. സന്തോഷമുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ എൻ്റെ ഒരു ചെറിയ പങ്ക് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട് ചെയ്ത 1-2 സീൻസാണ് ഇതിനകത്തുള്ളത്. പക്ഷേ എനിക്കറിയാം ജിതിൻ ആ സീൻ എത്രത്തോളം സ്നേഹത്തോടെയാണ് ജിതിനും ദീപുവും ആ സീനിനെ പറ്റി ചിന്തിച്ചുള്ളത് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു. ഞാനൊരു ചെറിയ റോളാണ്, ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഒരു 2 സീൻ അത്രേ ഉള്ളൂ. പക്ഷേ ദ ഇമ്പോർട്ടൻസ് ഹീ ഗേവ് ഇറ്റ് ടു മീ ആൻഡ് ഈസ് ഗിവിങ് മീ. ഇപ്പം ഇന്ദ്രൻ്റെ കൂടെ ആയിരുന്നു ആ സീൻ ഉണ്ടായിരുന്നത്, രഞ്ജിയേട്ടൻ. അപ്പം നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അവർ പറഞ്ഞു തരും എങ്ങനെ ചെയ്യണമെന്ന്. സോ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഇതിൻ്റെ വേറെ പ്രൊമോഷൻസ് ഒന്നും പോയിട്ടില്ല. സോ ഞാനിവിടെ ട്രിവാൻഡ്രം ആയതുകൊണ്ട് ഇറ്റ് വാസ് മോർ കൺവീനിയൻറ്റ് ടു മീ. ഞങ്ങളെല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇന്ദ്രജിത്താണ് ഇതിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. ഇന്ദൻ്റെ കൂടെ ഒരു നല്ലൊരു വേഷം ഈ സിനിമയിൽ ചെയ്യാൻ പറ്റിയതൊരു വലിയ ഭാഗ്യമായി കാണുന്നു. സിനിമ വളരെ നന്നായി വന്നിട്ടുണ്ട്. ജിതിൻ വളരെ രസമായിട്ട് അത് എന്താ പറയുക എടുത്തു വെച്ചിട്ടുണ്ട്. ഐ എം വെരി സോറി, ട്രാഫിക് ഉണ്ടായിരുന്നു. സോ മാപ്പ്. ഓക്കെ, ഈ മൂവിയിലെ ക്യാരക്ടറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ മൂവിയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ് രാധിക. ആൻഡ് അത് അത്ര കൂടുതൽ പറയാൻ പറ്റില്ല. യു കാൺ ഡിസ്ക്ലോസ് ഇറ്റ്. ഓക്കെ, സസ്പെൻസ് ഉള്ള ക്യാരക്ടറാണ്. സസ്പെൻസ് ആണ്. ഓക്കെ, സോ യു കാൺ ഡിസ്ക്ലോസ് ഇറ്റ്. യു കാൺ ഡിസ്ക്ലോസ് ഇറ്റ്. Please watch our movie. It's worth watching. And I saw few scenes of Dhiram. I was literally weeping like a baby. And it was intense scenes. So kudos to the director. എനിക്കറിയുന്ന ഒരുപാട് സിനിമാ സുഹൃത്തുക്കളും അതുപോലെ തന്നെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആയാലും അവരൊക്കെ പറഞ്ഞ് അയ്യോ ഇന്ദ്രനൊക്കെ പോണ്ട, ചേട്ടൻ ഒരിക്കലും ഒരു പോലീസ് വേഷം ചെയ്യത്തില്ല. ആ സമയത്താണ് ഞാൻ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ശംഖുമുഖത്ത് പോയത്. പക്ഷെ ചേട്ടൻ എന്നോട് ഫസ്റ്റ് അതേപോലെ തന്നെ പറഞ്ഞ അയ്യോ ജിതിനെ പോലീസ് വേഷം ഞാൻ ചെയ്യില്ല എന്ന്. പക്ഷെ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഒരു 20 മിനിറ്റ് ഒന്ന് കഥ കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചേട്ടൻ ആ വലിയ മനസ്സ് കാണിച്ചു. പക്ഷെ ചേട്ടന് 20 മിനിറ്റ് അല്ല 2 മണിക്കൂർ എനിക്ക് ആ സമയം തന്നു കഥ കേൾക്കാൻ വേണ്ടി. ഞാൻ കഥ പറഞ്ഞു, ചേട്ടൻ അപ്പം തന്നെ എന്നോട് ഓക്കെയും പറഞ്ഞു. ഒരുപാട് സന്തോഷം ഈ സ്റ്റേജിൽ വന്ന് നിൽക്കാൻ പറ്റിയതിൽ. ഐ ഫീൽ റിയലി ബ്ലെസ്ഡ്. ആൻഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. ജിതിനേട്ടൻ പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നു ഇങ്ങനെ പ്രൊജക്റ്റ് ഉണ്ടെന്ന്. എനിക്കറിയാമായിരുന്നു ജിതിനേട്ടൻ ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ പണ്ട് ഞങ്ങളൊരു ഷൂട്ട് ഒരുമിച്ച് ചെയ്ത സമയത്ത് ഞാൻ ജിതിനേട്ടൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു, ജിതിനേട്ടാ സിനിമ ചെയ്യുമ്പോൾ എന്താണെങ്കിലും എന്നെ ഓർക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് അദ്ദേഹം അതേപോലെ തന്നെ ഓർത്ത് വിളിച്ചു.